രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് വാദം വീണ്ടും ശക്തമാവുകയാണ്. 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതു മുതൽ ഈ ആശയവും സജീവമായി നിലനിൽക്കുന്നുണ്ട്. BJP സർക്കാർ അധികാരത്തിലേറിയതു മുതൽ ഈ ആശയം നടപ്പാക്കാനുള്ള ചർച്ചകളും വാദപ്രതിവാദങ്ങളും നടക്കുകയാണ്. BJP സർക്കാരിൻ്റെ പ്രധാന രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളിലൊന്നായിരുന്നു ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്നത്. 2029 ശേഷം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കാനുള്ള സാധ്യതകളും ഏറെയാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഏറെ നാളായി BJP ഉയർത്തുന്ന ഈ ഒറ്റ തിരഞ്ഞെടുപ്പ് ആശയം എന്താണെന്ന് പരിശോധിക്കാം. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്തുക എന്നതാണ് ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒറ്റഘട്ടമായോ നിശ്ചിത സമയപരിധിയിലോ ആകാം തിരഞ്ഞെടുപ്പ് നടത്തുക. നിലവിൽ കേന്ദ്ര സംസ്ഥാന നിയമസഭകളിലേക്ക് വിവിധ സമയങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേന്ദ്രത്തിലും ഓരോ സംസ്ഥാനങ്ങളിലും അതത് സർക്കാരുകൾ കാലാവധി പൂർത്തിയാകുമ്പോഴാണ് അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നത്. ഒരു വർഷം ശരാശരി 5 സംസ്ഥാനങ്ങളിലെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ തദ്ദേശ തിരഞ്ഞെടുപ്പുകളും 5 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. ഇതിനാലാണ് രാജ്യത്തെ തിരഞ്ഞെടുപ്പുകൾ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ ആശയത്തെ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് പ്രത്യേക ദിവസങ്ങളിലല്ലാതെ ഒരു ദിവസം തന്നെ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും വോട്ടർമാർക്ക് വോട്ട് ചെയ്യാം. തിരഞ്ഞെടുപ്പിനായി ഒറ്റ വോട്ടർ പട്ടികയും ഒറ്റ തിരിച്ചറിയൽ കാർഡും മതിയാകും. ഈ തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ഇടക്കാല തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ചെയ്യും. എന്തുകൊണ്ട് ഒറ്റ തിരഞ്ഞെടുപ്പ് വേണമെന്നതിന് മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ ഇങ്ങനെയാണ്. വ്യത്യസ്ത തിരഞ്ഞെടുപ്പുകൾ പൊതുഖജനാവിന് വൻ നഷ്ടമുണ്ടാക്കുന്നു. ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നത് വഴി ചിലവ് കുറച്ച് പൊതുപണം ലാഭിക്കാമെന്നതാണ് ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. 2009-ൽ 115 കോടിയും 2014-ൽ 3870 കോടിയും പൊതു തിരഞ്ഞെടുപ്പിനായി ചിലവ് വന്നുവെന്നാണ് നീതി ആയോഗ് പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നത്. ഇങ്ങനെ തിരഞ്ഞെടുപ്പുകൾക്ക് വരുന്ന ഭീമമായ ചിലവ് ഒറ്റ തിരഞ്ഞെടുപ്പിലൂടെ കുറയ്ക്കാമെന്നതാണ് പ്രധാന വാദം. അതുപോലെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിവിധ സമയങ്ങളിൽ വിന്യസിക്കുന്നത് പൊതുഖജനാവിന് ചിലവുണ്ടാക്കുന്നുവെന്നും ഇത് കുറയ്ക്കാനാകുമെന്നും പറയുന്നുണ്ട്. വ്യത്യസ്ത തിരഞ്ഞെടുപ്പുകൾക്കായി വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പെരുമാറ്റച്ചട്ടം വരുമെന്നും ഭരണസ്തംഭനം ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടുന്നവരുണ്ട്. വ്യത്യസ്ത തിരഞ്ഞെടുപ്പ് ഫെഡറൽ ഘടനയെ ദുർബലപ്പെടുത്തുമെന്ന വാദവും ഉയർത്തുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രചാരണ ചെലവ് കുറയ്ക്കാമെന്നും ഇതിന് കാരണമായി പറയുന്നു. പദ്ധതിക്കെതിരെ പ്രതിവാദങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഒറ്റ തിരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ വൈവിധ്യത്തെയും ബഹുസ്വരതയെയും തകർക്കുന്നതാണെന്നാണ് പ്രധാന വിമർശനം. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംസ്ഥാനങ്ങളുടെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യാൻ സാധിക്കാതെ വരും. ഒറ്റ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ദേശീയ വിഷയം വോട്ടർമാരെ കൂടുതൽ സ്വാധീനിച്ചേക്കാം. വ്യത്യസ്ത തിരഞ്ഞെടുപ്പുകളിലാണെങ്കിൽ സർക്കാരിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പിഴവുകൾ വിശാലാർത്ഥത്തിൽ പരിശോധിക്കാൻ കഴിയും. പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ അധികാരങ്ങൾ കുറയ്ക്കുകയും രാജ്യത്തിൻ്റെ ഫെഡറൽ സ്വഭാവത്തെ ഇത് ഇല്ലാതാക്കുമെന്ന വിമർശനവും ഉയർന്നു വരുന്നുണ്ട്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഒറ്റ തിരഞ്ഞെടുപ്പായിരുന്നു നടന്നിരുന്നത്. 1951, 52, 1957, 62, 67 എന്നീ വർഷങ്ങളിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒറ്റ തിരഞ്ഞെടുപ്പാണ് നടന്നിരുന്നത്. 1957, 62, 67 എന്നീ 3 മന്ത്രിസഭകളും ഭരണഘടന അനുശാസിക്കുന്ന 5 വർഷമെന്ന കാലാവധി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ചില നിയമസഭകൾ പിരിച്ചുവിട്ടതോടെയും പുതിയ സംസ്ഥാന രൂപീകരണമടക്കമുള്ള കാരണങ്ങളാലും ഒറ്റ തിരഞ്ഞെടുപ്പ് നടക്കാതായി. 1966-നും 77-നും ഇടയിൽ 30-ലേറെ തവണ വിവിധ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതോടെ തിരഞ്ഞെടുപ്പ് സമയക്രമത്തിൻ്റെ താളം തെറ്റുകയായിരുന്നു. നരേന്ദ്രമോദിക്ക് മുൻപേ LK അദ്വാനി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് വാദം ഉയർത്തിയിരുന്നു. 1999-ൽ സമർപ്പിച്ച ലോ കമ്മീഷൻ റിപ്പോർട്ട് ഈ ആശയത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. 2003-ൽ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയും ഈ ആശയം മുന്നോട്ട് വയ്ക്കുകയും കോൺഗ്രസുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ആർട്ടിക്കിൾ 83 പ്രകാരമാണ്
ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി 5 വർഷമായി നിജപ്പെടുത്തിയിരിക്കുന്നത്. 2029 രാജ്യത്ത് ഒറ്റ തിരഞ്ഞെടുപ്പ് കൊണ്ടുവരികയാണെങ്കിൽ മിക്ക സർക്കാരുകൾക്കും കാലാവധി പൂർത്തിയാക്കാൻ സാധിക്കാതെ വരും. ജാർഖണ്ഡ്, ബീഹാർ, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളുടെ നിയമസഭാ കാലാവധി 4 വർഷമായി വെട്ടിച്ചുരുക്കേണ്ടി വരും. കേരളം, ബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളുടെ നിയമസഭാ കാലാവധി 3 വർഷമാക്കേണ്ടി വരും. മണിപ്പൂർ, ഗോവ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളുടെ നിയമസഭാ കാലാവധി 2 വർഷമായും ഹിമാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര, കർണാടക, തെലങ്കാന, മിസോറാം, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ എന്നിവയുടേത് 1 വർഷമായും വെട്ടിച്ചുരുക്കേണ്ടി വരും. പ്രായോഗിക തലത്തിലും ഒറ്റ തിരഞ്ഞെടുപ്പിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നതാണ് വാസ്തവം. ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ ഭരണഘടനാ ഭേദഗതിയും നിയമ ഭേദഗതിയും വരുത്തേണ്ടതായി വരും. കാലാവധി പൂർത്തിയാകാതെ സർക്കാരുകൾ വീണാൽ എന്തു ചെയ്യും? ഉപതെരഞ്ഞെടുപ്പുകൾ വന്നാൽ എങ്ങനെ നടത്തും? ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്താതെ ഒറ്റ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ടു പോകുന്നത് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയേക്കാം.